പയ്യെ വണ്ടി പകുതി മുങ്ങി. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെ നാട് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ തന്നെ കായൽ കാണാം, കുളങ്ങൾ കാണാം, കൊച്ചു കൊച്ചു അരുവികൾ കാണാം. ഞങ്ങളൊക്കെ എന്ത് ഭാഗ്യവന്മാരല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ മാവൊഴിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ലേ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെയാ തോന്നുന്നത്. പിന്നെ ഇത് കണ്ടങ്ങ് ശീലമായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ കേരള എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങളെ നാടിന്റെ സ്വന്തം തടാകമാണ്. ഇവിടത്തേക്ക് സർക്കാർ ഉടൻ തന്നെ 2 ബോട്ട് അനുവദിച്ചെന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ റോട്ടിൽ കൂടെ ബോട്ട് ഓട്ടിക്കുന്ന ഗ്രാമം എന്ന അപൂർവ റെക്കോർഡ് കൂടി ഞങ്ങളെ തേടി വരുന്നതായിരിക്കും. ഈ നാടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടുത്തുള്ള പിള്ളേര് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വീട്ടിൽ വരുന്നതും ഒരു കായൽ താണ്ടിയാണ്. ദാ ഈ കാണുന്ന കായൽ. ഒട്ടും കഷ്ടപ്പാടില്ലാതെ വണ്ടികൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു റോഡാണിത്. അതുകൂടാതെ അതേ റോട്ടിൽ തന്നെ വൈകിട്ട് സമയങ്ങളിൽ ചൂണ്ടയിട്ട് മീനയും പിടിക്കാൻ പറ്റും. എന്താ അല്ലേ. ഇവിടുത്തെ കുളം നിരത്താൻ എത്രയോ കോടി അനുവദിച്ചെന്ന് കുറച്ച് നാളുകൊണ്ട് പറയുന്നു. പക്ഷേ പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി കാണും. നിങ്ങളിപ്പം കണ്ടത് തൃക്കോവിലൊട്ട് 16ഉം 18ഉം വാർഡുകളുടെ അവസ്ഥയാണ്. പക്ഷേ ഒരു 17ാം വരണം നല്ലൊരു റോഡ് കണ്ടിട്ട് 20 കൊല്ലം. പിന്നെ ഇവിടെ കുളവും കായലൊന്നുമില്ല, ഫുൾ ഓഫ് റോഡിന്റെ പരിപാടി. ഇതൊന്നും അല്ല മക്കളെ കോമഡി. 2 ആഴ്ച മുന്നേ ടാറിട്ട ഒരു റോഡുണ്ട് ഇവിടെ. ഒരു മഴ കഴിഞ്ഞപ്പോൾ ഉള്ള അതിന്റെ അവസ്ഥ കാണണം. എനിക്ക് തോന്നുന്നു ഇതുമാതിരി ടാർ വെച്ച് പെയിന്റ് അടിച്ച് വിട്ടതെന്നാ. എന്തായാലും ഈ നാടിനെ പ്രകൃതി രമണീയമാവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടി പ്രതിനിധികൾക്കും 1000 നന്ദി അറിയിച്ചു കൊള്ളുന്നു.